എല്ലാവരും എന്ത് ചെയ്യുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞാനും സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മുടെ 2024 അവസാനിക്കുകയാണ്. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. 2025 പുതുവർഷം തുടങ്ങുവാണ്. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഏറ്റവും നല്ലൊരു ഇയർ ആയിരിക്കട്ടെ ഇത്, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും. ഇനി ഡാഡൂസിൻ്റെ ഫസ്റ്റ് ന്യൂ ഇയർ ആണ്. കഴിഞ്ഞ വർഷം ഈ സമയം എൻ്റെ വയറ്റിലായിരുന്നു. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എനിക്ക്. പിന്നെ നമ്മളിപ്പോൾ ഞാനും കിട്ടും ഡാഡും കൂടെ റെഡി ആയി ഇപ്പോൾ നമ്മൾ സിറ്റിയിലോട്ട് പോകാൻ പോവാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ന്യൂ ഇയർ 12 മണിക്ക് ഇങ്ങനെ സിറ്റിയിലേക്ക് പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ഞാൻ ഈ ഡ്രസ്സ് അത് ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് പോയത്. ന്യൂ ഇയറിന് ഇടാൻ വേണ്ടിയാണ് ഞാൻ പോയത് കേട്ടോ. ഈ ഡ്രസ്സ് തന്നെ ഓൾട്ടർ ചെയ്ത് വാങ്ങിച്ചത്. ഇതിടാമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് പള്ളിയിൽ പ്രാർത്ഥനയുണ്ട്. അമ്മയൊക്കെ പള്ളിയിലാണ് പോകുന്നത്, അറിയാമല്ലോ. അപ്പോൾ അമ്മയ്ക്കൊക്കെ പള്ളിയിൽ പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ട് അവരൊന്നും വരില്ല. ആസ് യൂഷ്വൽ അമ്മയ്ക്കൊക്കെ അവിടെ പോകണം. എൻ്റെ വീട്ടിൽ വിളിച്ചപ്പോൾ അവർക്കും വരാൻ ചെറിയ മടി. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മൾ മാത്രമായിട്ട് പോയിട്ടെന്ന് വിചാരിച്ചു. ഞാനും കിട്ടും ഡാഡും ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ന്യൂ ഇയർ വിശേഷങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ന്യൂ ഇയർ വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും ന്യൂ ഇയർ വ്ളോഗിലേക്ക് സ്വാഗതം. കണ്ടോ, ഡാഡു ഉറക്കം പോലും ഉള്ളത് ഇങ്ങനെ റെഡിയായി ഇരിപ്പുണ്ട്. അവന് മനസ്സിലായി നമ്മൾ എവിടെയോ പോകുന്നുണ്ടെന്ന്. അങ്ങനെ നമ്മൾ റെഡിയായി കിട്ടും മേലോട്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ വണ്ടിയൊക്കെ എടുത്ത് വരും. നമ്മളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങും. പോകെ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പോകാൻ പോകുന്നത്. ഇവനെ ഞാനിപ്പോൾ എടുത്ത് കൈ വെക്കാൻ കാരണം ഇവനെ വെച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ, അതായത് താഴെ നിർത്തി സംസാരിക്കുമ്പോൾ ഇവനെ ആ സ്പൂണൊക്കെ എടുത്ത് ഇങ്ങനെ അടിച്ച് ശബ്ദം ഉണ്ടാക്കുന്നതാണ് നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇറങ്ങും. ഡാഡൂസ് സഹകരിക്കുന്നതാണ് നമ്മളൊരു വിചാരം. അപ്പോൾ നമുക്ക് വഴിയെ കാണാം. കൃത്യം 10 മണിയായപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. എല്ലാ പ്രാവശ്യത്തെയും പോലെ ആദ്യത്തെ ചടങ്ങ് പെട്രോൾ അടിക്കലായതുകൊണ്ട് തന്നെ നമ്മൾ പെട്രോൾ അടിച്ചു. എന്നിട്ട് എങ്ങോട്ട് പോകണമെന്ന് ഡിസൈഡ് ചെയ്തു. നമ്മൾ കഴക്കൂട്ടത്താണ് പോകാൻ തീരുമാനിച്ചത്. പോത്തങ്കോട് വഴിയാണ് പോകുന്നത്. സിറ്റിയിലോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചാൽ റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കറങ്ങി ചുറ്റിയൊക്കെ പോകണം. ഭയങ്കര പാടാണ്. അതുകൊണ്ട് നമ്മൾ കഴക്കൂട്ട സൈഡ് പിടിക്കാമെന്ന് വിചാരിച്ചു. പോണ വഴിക്ക് ഇതേ കുറേ പള്ളികൾ ഇതുപോലെ സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെയൊക്കെ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിതാ കഴക്കൂട്ടത്തോട്ട് ഏകദേശം എത്താറായി. കഴക്കൂട്ടത്തോട് കയറിയതും പിന്നെ ഒന്നും കാണാൻ പറ്റിയില്ല ചുറ്റുമുള്ളത്. കാരണം ഫുള്ളും ലൈറ്റ്സ് ആയിരുന്നു. അത്രയ്ക്ക് ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കണ്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് നടക്കുവാണ്. വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു നഷ്ടം തന്നെ ആയിപ്പോയേനെ. ഡാഡു നമ്മുടെ കയ്യിലിരുന്ന് ഉറങ്ങുവാണ്. ഞാനും കിട്ടും കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കഴക്കൂട്ടം ഫുള്ള് വൈബാണ് ഗൈസ്. ഭയങ്കര രസമായിരുന്നു. അങ്ങനെ കണ്ടത് നമ്മൾ ലുലു മോളിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. മെയിൻ പൂരം നടക്കാൻ പോകുന്നത് ഇവിടെയാണ്. കണ്ടോ, ലുലു ഒക്കെ നല്ല ചുവന്ന് തുടുത്ത് ജാമ്പയ്ക്ക കണക്കാണ് ഇരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ഭയങ്കര ഹാപ്പി ആയത് കണ്ടപ്പോൾ. കാരണം ഞാൻ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തില്ലല്ലോ. അങ്ങനെ നമ്മളിതാ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി ഒരു സൈഡിലെത്തി. ആ സൈഡിൽ നിന്ന് നോക്കിയപ്പോഴാണ് നമ്മളത് കണ്ടത്. ലുലുവിൻ്റെ അവിടെ DJ നടക്കുമായിരുന്നു. ഒരു കൂട്ടം ആൾക്കാർ, എത്ര ആൾക്കാരുണ്ടെന്ന് എണ്ണാൻ പറ്റാത്ത അത്രയും ആൾക്കാരവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു. നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. നമ്മൾ ഒരു സൈഡിൽ വന്ന് ഇരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷം നമ്മളിങ്ങനെ അതിൻ്റെ ചുറ്റും നടക്കാനൊക്കെ തുടങ്ങി. നമുക്ക് ചുമ്മാ ഇങ്ങനെ കറങ്ങി നടക്കാൻ പറ്റുമായിരുന്നു. അത്രയ്ക്ക് നല്ല രസമായിരുന്നു. അപ്പോഴേക്കും പിന്നെ അവിടെ കുറേ പൂത്തിരിയൊക്കെ കത്തിക്കാൻ തുടങ്ങി. അതെല്ലാം കൂടെ കണ്ട് ഞാൻ ഇങ്ങനെ കിളി പറന്ന് നിൽക്കുമായിരുന്നു. ഡാഡു തോളിൽ കിടന്ന് നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണിത്. എനിക്കത് ഭയങ്കര ഹാപ്പിനെസ് തന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സ്റ്റെയർ കയറി കുറച്ച് മുകളിലോട്ട് പോയി. അപ്പം നമുക്ക് മുകളിൽ നിന്ന് താഴത്തെ വ്യൂ കാണുമല്ലോ. ഇതാണ് ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും എന്തുമാത്രം തിരക്കുണ്ടായിരുന്നെന്ന്. തിരക്കിലുപരി അത്ര ഭംഗിയായിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട്. ലുലു മോളിൽ ഞാനൊരു 1000 വട്ടം പോയിട്ടുണ്ടെങ്കിലും ഇത്രയും ഭംഗിയിൽ നൈറ്റ് ഞാനിത് കാണുന്നത് ആദ്യമായിട്ടാണ്. നൈറ്റ് ഇങ്ങനെ ലുലുവിൻ്റെ സൈഡിൽ കൂടെ കുറേ വട്ടം പോയിട്ടുണ്ട്. പക്ഷേ ഈ ന്യൂ ഇയർ വൈബിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഗൈസ് ഭയങ്കര രസമായിരുന്നു. കണ്ടില്ലേ ആൾക്കൂട്ടം. പിന്നെ നമ്മളിതാ DJ നടക്കുന്നതൊക്കെ നമുക്ക് അവിടെ നിന്ന് മുകളിൽ നിന്ന് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ അത് കുറേ നേരം നോക്കിയിരുന്നു. അവിടെയും ഭയങ്കര രസമായിരുന്നു. ലൈറ്റൊക്കെ ഷട പടയെന്നൊക്കെ ഇങ്ങനെ മിന്നി തെളിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സമയമായപ്പോഴത്തേക്കും ഡാഡുവും എണീറ്റു. അങ്ങനെ ഞാനും കിട്ടും ഡാഡുവും കൂടെ ഇതൊക്കെ കണ്ട് വൈബടിച്ചവിടെ നിന്നു.
നമ്മൾ വീടെത്തിയതിന് ശേഷം ഒരു 4 മണി, വെളുപ്പാങ്കലം 4 മണിക്കാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പുറത്തെ കോഴികളൊക്കെ ഉണർന്നു കഴിഞ്ഞു. അവർ സുപ്രഭാതത്തെ വരവേറ്റുകൊണ്ടിരിക്കുകയാണ്, ന്യൂ ഇയറിനെ വരവേറ്റുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ശബ്ദം ഇടയ്ക്ക് കേൾക്കണമെങ്കിൽ നിങ്ങൾ ഇഗ്നോർ ചെയ്യണേ. അങ്ങനെ നമ്മളിതാ DJ ഒക്കെ കണ്ട് ലൈറ്റൊക്കെ കണ്ട് അങ്ങനെ മറന്ന് അവിടെ നിൽക്കുമായിരുന്നു. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു കാര്യം ആലോചിച്ചു. അതായത് എത്ര ആൾക്കാർക്കാണ് അവരാഗ്രഹിക്കുന്നത് പോലെ ഇങ്ങനെയൊക്കെ വരാൻ പറ്റുന്നത് എന്ന്. അതായത് എല്ലാവർക്കും ആഗ്രഹം കാണുമല്ലേ രാത്രി ഇങ്ങനെ വരാനും ഈ വൈബൊക്കെ ആസ്വദിക്കാനും. കുറേ പേർക്ക് അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് പറ്റൂലയായിരിക്കും. അത് എനിക്കങ്ങനെ തോന്നി ഞാനങ്ങനെ നിന്നപ്പോൾ. പക്ഷെ അങ്ങനെ പറ്റാത്തവർക്ക് എല്ലാം നെക്സ്റ്റ് ഇയർ അത് പറ്റട്ടെ എന്ന് ഞാൻ അപ്പം അവിടെ നിന്ന് ആഗ്രഹിച്ചു. സത്യസന്ധമായാണ് ഞാൻ ഇത് പറയുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം 12 മണി ആവാറായപ്പോഴത്തേക്കും താഴോട്ടിറങ്ങി. പിന്നെ അതിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുമായിരുന്നു. ആൾക്കാരൊക്കെ ഫുൾ ഓണാണ്. 12 മണിയാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അങ്ങനെ ഞാനും കിട്ടുവും ഡാഡുവും കൂടെ ഡാഡുവിൻ്റെ ഫസ്റ്റ് ന്യൂ ഇയറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അങ്ങനെ നമ്മുടെ ന്യൂ ഇയർ എത്തി ഗായ്സ്. നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ഇതാണ് പിന്നെ ലുലുവിൻ്റെ ഫ്രണ്ടിൽ നടന്നത്. എൻ്റെ പൊന്ന് ഗായ്സ്, എനിക്കത് പറഞ്ഞറിയിക്കാൻ വയ്യ, അത്രയ്ക്ക് രസമായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കൊച്ചിലേ മുതൽ ഇങ്ങനെ ഹാപ്പി ന്യൂ ഇയർ എന്നിങ്ങനെ ഒരു വലിയ ക്രൗഡിൻ്റെ ഇടയിൽ നിന്നിങ്ങനെ വിളിക്കണമെന്ന്. അത് ഇന്ന് സാധിച്ചു. എൻ്റെ 25ാമത്തെ വയസ്സിലാണ് അതെനിക്ക് സാധിക്കാൻ പറ്റിയത്. ഭയങ്കര സന്തോഷമായി. അതുപോലെ എൻ്റെ ഡാഡൂസിൻ്റെ ഫസ്റ്റ് ന്യൂ ഇയറാണ്. അങ്ങനെ നമ്മൾ അവന് ലൈറ്റ്സൊക്കെ കാണിച്ച് അവനെ ഹാപ്പി ന്യൂ ഇയർക്ക് വിഷ് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ നിന്നു. ഡാഡുവിന് ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കേണ്ട പ്രായമായിട്ടില്ലെങ്കിലും അവിടെ എന്തോ ഒരു ആഘോഷമാണ് നടക്കുന്നതെന്ന് അവന് കൃത്യമായി മനസ്സിലായി. ആ DJയുടെ സൗണ്ടൊക്കെ കേട്ട് അവനോട് നല്ല ഡാൻസ് ആയിരുന്നു. പക്ഷെ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഹാപ്പി ന്യൂ ഇയർ 2025 പിറന്ന സന്തോഷത്തിലാണ് നമ്മളിരിക്കുന്നത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം തിരിച്ചു പോകാൻ തുടങ്ങി. അപ്പോൾ റോഡിൽ ഭയങ്കര ക്രൗഡായിരുന്നു. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അവിടെ നിന്ന് പോയത്. അപ്പോൾ കുറച്ച് തിരക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി സംസമിലോട്ട് പോയി. കുറേ നാളായി സംസമിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട്. പോയ ഉടനെ തന്നെ ഡാഡുവിന് ബേബി ചെയർ കിട്ടി. അതുകൊണ്ട് അവൻ അവിടെ അടങ്ങിയിരുന്നോളും. അതിനകത്തും ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ ഹാഫ് ഷവായാണ് പറഞ്ഞത്. നമുക്ക് 2 പാർട്ടായിട്ട് അവർ കൊണ്ടു തന്നു. അതുകൊണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി. കുറേ നാളായി ഷവായും കഴിച്ചിട്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഫുഡൊക്കെ കഴിച്ചു, മിൻലൈമൊക്കെ കുടിച്ചു. അതിന് ശേഷം ശംഖുമുഖത്തോട് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര തണുപ്പൊക്കെ ആയിരുന്നു. ഡാഡൂസിന് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ പിന്നെ നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നേ. അങ്ങനെ ഒരു 2:45 ഇപ്പോൾ ഇപ്പോൾ വീടെത്തിയിട്ടുണ്ട്. ഇവിടെ പള്ളിയിൽ ന്യൂ ഇയറിന് എപ്പോഴും ഫുഡ് വയ്ക്കാറുണ്ട് എല്ലാ വർഷവും. അങ്ങനെ ഇവിടെ ബിരിയാണി വെച്ചു. അങ്ങനെ ഞാൻ ബിരിയാണി കഴിക്കാൻ പോവാണ് ഗൈസ്. ഇനി കഴിച്ചിട്ട് കാണാം. സത്യം പറയുകയാണെങ്കിൽ എൻ്റെ വയറ്റിൽ പിന്നെ ഫുഡ് കഴിക്കേണ്ട സ്ഥലമേ ഇല്ലായിരുന്നു. എന്നാലും ബിരിയാണിയാണ് വയ്ക്കുന്നത് എന്നോർത്ത് അതിനുവേണ്ടി ഞാൻ കുറച്ച് സ്ഥലം ബാക്കി വെച്ചിരുന്നു ഗൈസ്. ആ സ്ഥലത്തോട്ടാണ് ഞാനിത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിനക്കിത് എങ്ങനെയടി സാധിക്കുന്നതെന്ന് ചോദിച്ച് കിട്ടു അവിടെ ഇരിപ്പുണ്ട് സൈഡിൽ. ഡാഡൂസ് അവിടെ കിടന്ന് സുഖം ഉറക്കാണ്. കിട്ടുമൊന്നും കഴിച്ചില്ല. ഞാൻ പിന്നെ കഴിച്ചിട്ടേ കിടക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ചത് കൊണ്ട് റൈസും ചിക്കനൊക്കെ കഴിച്ചു. അപ്പോഴത്തേക്ക് അമ്മ കുറച്ച് പായസവും കൂടെ തന്നു. അങ്ങനെ പായസവും കൂടെ കുടിക്കാൻ പോവാണേ. ന്യൂ ഇയർ ആയിട്ട് പിന്നെ മധുരം കഴിച്ചില്ലെന്ന് വേണ്ട, അങ്ങനെ പായസവും കൂടെ കുടിച്ചു. അപ്പോൾ ഞാൻ ഒന്നുകൂടെ എല്ലാവരെയും ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യാണ് ഗായ്സ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, പായസമൊക്കെ കുടിച്ചു. ഞാൻ റൂമിലെത്തി വീണ്ടും തിരിച്ച്. അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അതായത് നൈറ്റ് ടൈമിൽ നടന്ന എൻ്റെ ന്യൂ ഇയർ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചത്. ബാക്കി വിശേഷങ്ങളായിട്ട് ഞാൻ വഴിയേ വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.